സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ സമാപനത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ കലാപരിപാടികളുണ്ട്. 1000-ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന 91-ലധികം കലാരൂപങ്ങളുണ്ട്. ഞങ്ങളിങ്ങനെ ഇതുവഴി നടന്നു വന്നപ്പോഴത്തേക്കും ഒരു കലാരൂപം കണ്ടു. ഭയങ്കര കൗതുകമുള്ള ഒരു കലാരൂപമാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗൊപ്പിയാളം എന്നുള്ളൊരു പേരാണ് പറഞ്ഞത്. പാലക്കാടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ മഴ പെയ്യിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടുകയും ആ പാട്ടിനനുസരിച്ചുകൊണ്ട് ചമയം കെട്ടിയ അല്ലെങ്കിൽ ആ വേഷവിധാനങ്ങൾ ധരിച്ച കലാകാരൻ അതിനനുസരിച്ചുകൊണ്ട് ചൂടുവെക്കുകയും ചെയ്യുന്ന ഒരുതരം കലാരൂപമാണ് ഗൊപ്പിയാളം. ആ ഗൊപ്പിയാളത്തിന്റെ വേഷവിധാനങ്ങൾ ധരിച്ച കലാകാരനും പാട്ട് പാടുന്ന ആളുമാണ്. അപ്പോൾ വിജന ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. നമുക്ക് എന്താണ് ഇതിന്റെ വിശേഷം നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. എന്താണ് ഈ ഗൊപ്പിയാളം? പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ പെയ്യാൻ വേണ്ടി നടത്തുന്ന നിരവധി ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. കൊടുമ്പാവി കെട്ടിവലിക്കുക, മാരിമൻ പൊങ്കൽ നടത്തുക, അതേപോലെ തന്നെ നമ്മളുടെ ഗൊപ്പിയാളം എന്ന കലാരൂപമുണ്ട്. ഗൊപ്പിയാളം വരുണദേവനെ മഴ പെയ്യിക്കാൻ വേണ്ടി വരുണദേവന്റെ മനസ്സിനെ കുളിർപ്പിച്ച് തണുപ്പിച്ച് ഭൂമിയിലേക്ക് വെള്ളം ഒഴുകി വന്ന് ഇവിടുത്തെ സർവ്വജീവജാലങ്ങളും ഉണരാൻ വേണ്ടി നടത്തുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് ഗൊപ്പിയാളം. ഈ ഗൊപ്പിയാളം ഇപ്പോൾ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ മഴ പെയ്യുമോ? നോക്കാം, കാരണം പ്രകൃതി സംഗീതം ആസ്വദിക്കുന്നുണ്ട്. ഒരു പാട്ടും അതിന്റെ ചൂടുകളൊക്കെ ആയാലോ? മാനത്തെ മഹദേവ മഴ പേഞ്ചാലവാതോ ഗൊപ്പിയാള, മാനത്തെ മഹദേവ വരുണദേവ വായാരോ ഗൊപ്പിയാള. ഇങ്ങനെ കൈകൊട്ടിക്കൊണ്ടാണ് വരുണദേവനെ ഭൂമിയിലേക്ക് ക്ഷണിക്കുന്നത്. ആ ഭൂമിയിലേക്ക് വരുണദേവൻ മഴയുടെ ജലത്തിന്റെ ദേവനാണ്. ആ ദേവൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ജീവജാലങ്ങളും പൊട്ടിമുളയ്ക്കുകയും കനി ഫലങ്ങൾ ഉണ്ടാകുകയും എല്ലാ ജീവജാലങ്ങളും സൗഖ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കും എന്നാണ് ഇതിന്റെ ഒരു വിശ്വാസം. പാട്ടൊക്കെ പാടി ചൂടൊക്കെ വെച്ചു. മഴ പെയ്യോ ഇവിടെ? മഴ പെയ്യാൻ സാധ്യതയുണ്ട്, കാരണം അങ്ങനെയാണ് വാർത്ത. വാർത്ത മാത്രമല്ല, പാട്ടും പാടിയിട്ടുണ്ട്, ഗൊപ്പിയാളം പാടിയിട്ടുണ്ട്. അവന് മഴ പെയ്യില്ലേ? തീർച്ചയായിട്ടും പെയ്യും, ലാസ്റ്റ് പെയ്യും. സമയമാവും, ഒരു 9 മണി 9:30 ആവും. നിങ്ങൾ വേഷമൊക്കെ കഴിച്ച് പാലക്കാട് വണ്ടി കയറും അല്ലേ? തീർച്ചയായും. ഓക്കെ, ഉഷാറാവട്ടെ അല്ലേ? അടിപൊളി. അപ്പോ അതൊക്കെയാണ്. ഗൊപ്പിയാളം പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. മഴ പെയ്ത് ഘോഷയാത്ര കുളവാന്നും ആവില്ല, പക്ഷെ അത് അവരുടെ വിശ്വാസമാണ്, ഐതിഹ്യമാണ്. അങ്ങനെ അതിന്റെ ഒരു കഥയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവർ പറഞ്ഞത്. ബിജു മടവൂരിനുമൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ 1.